ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. മേ ബി അവർ പോയത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് തന്നെ ആയിരിക്കാം. അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നില്ല നിങ്ങളുടെ വ്യക്തി. അതായത് നിങ്ങൾ കൊടുക്കുന്ന അതേ അളവിലുള്ള സ്നേഹം നിങ്ങൾക്ക് തന്നിട്ടില്ലാത്ത ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിച്ച് നിന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിരിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പം നിങ്ങളെ വിട്ടിട്ട് ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത്. ഈ ഒരു പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അതായത് തന്നിഷ്ടത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. തന്നിഷ്ടക്കാരനായ വ്യക്തിയാണ്. വളരെയധികം ദേഷ്യമുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എല്ലാവരെയും അനുസരിപ്പിക്കാൻ കഴിവുള്ള ഒരു പേഴ്സണാണ്. മറ്റുള്ളവരുടെ ഇമോഷൻസിനും ഒന്നും യാതൊരു പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ അധികം റൊമാൻറ്റിക് ഒന്നും ആയിരിക്കുകയില്ല നിങ്ങളോട്. അപ്പം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വളരെ തലക്കനമുള്ള ഒരു പാർട്ട്ണറായിട്ട് കാണുന്നു. കറൻലി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ ആരോടും പങ്കുവെക്കാനായിട്ടുണ്ടാവുകയില്ല. നിങ്ങൾ വളരെയധികം ഒറ്റപ്പെട്ടായിരിക്കാം ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മേ ബി ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണിത് കേട്ടോ. ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. അവർ ആ തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു ആക്ഷൻ എടുക്കാനോ ഒരു ഡിസിഷൻ എടുക്കാനോ ഒന്നും സാധിക്കാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം. ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരികയില്ല. സ്വന്തം സന്തോഷങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നു. ആ ഒരു വ്യക്തിയുടെ സന്തോഷമായിരിക്കാം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത്. അല്ലെ ആ ഒരു ഓപ്ഷൻ ശരിയാണ് എന്നുള്ളൊരു തോട്ടിലായിരിക്കാം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ആ ഒരു വ്യക്തി പോയിട്ടുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഒരു പേഴ്സൺ മറ്റുള്ളവരുടെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു വ്യക്തിയാണ്. സ്വന്തം സന്തോഷങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണും. അതുപോലെ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഈ ഒരു പേഴ്സൺ ഉണ്ടെന്ന് കാണുന്നു. മേ ബി തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് അവരുടെ ഫാമിലി ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫാമിലിയോട് നിർവഹിക്കേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഈ ഒരു പേഴ്സണെ ഭാരപ്പെടുത്തുന്നുണ്ടായിരിക്കും. എന്താണ് ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്ന് നോക്കാം. മേ ബി ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സണെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വ്യക്തി വളരെ ദേഷ്യക്കാരനായിട്ടുള്ള വ്യക്തിയായിരിക്കാം.
അപ്പം ഈ ഒരു തേർഡ് പാർട്ടി വളരെയധികം സ്നേഹം കൊടുത്തായിരിക്കാം ഈ ഒരു പേഴ്സണെ വശത്താക്കി വെച്ചിരിക്കുന്നത്. അപ്പം വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിയാണെന്നാണ് കാണുന്നത്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സണിനെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് ഇവർ മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സണ് പാസ്റ്റിനെ ഓർത്ത് നല്ല രീതിയിൽ റിഗ്രറ്റ് ഉള്ളതായിട്ട് കാണുന്നു. അവരൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല ആ ഒരു സാഹചര്യത്തിൽ. ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റി ആ ഒരു പേഴ്സണെ വളരെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ നല്ല രീതിക്ക് ഈ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം അവർക്ക് എന്തൊക്കെയോ ഒരു കുറവ് അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നു. കാരണം അവർക്ക് സന്തോഷങ്ങളെല്ലാം ഉണ്ടെങ്കിലും എന്തോ ഒരു കുറവ് അവരുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് നിങ്ങളുടെ പേഴ്സണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പേഴ്സൺ അവിടെ ഒട്ടും ഹാപ്പി അല്ലാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് ഈ ഒരു പേഴ്സണെ ഭാരപ്പെടുത്തുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ പാസ്റ്റിൻ്റെ എനർജിയിൽ ഈ ഒരു പേഴ്സൺ സ്റ്റക്കാണ്. അതായത് ഒന്നുകിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ആ ഒരു മെമ്മറീസ് ഈ ഒരു പേഴ്സണെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഈ ഒരു പേഴ്സണെ ഭാരപ്പെടുത്തുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇനി ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നലിലെത്തി നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പം അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുമായിട്ട് നിരന്തരം ഫൈറ്റുകൾ ഉണ്ടാകുന്നുണ്ടായിരിക്കാം. കാരണം ഈ ഒരു പേഴ്സണ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് അധിക ദൂരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല എന്നുള്ളത് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പാസ്റ്റ് എനർജിയിൽ സ്റ്റക്കായിട്ട് തുടരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം മെൻ്റൽ കോൺഫ്ലിക്ട്സ് നേരിടുന്നത് കൊണ്ട് തന്നെ അവിടെ നിൽക്കാനായിട്ടുള്ള ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു സാഹചര്യമാണ് ആ ഒരു വ്യക്തിക്ക് കാണുന്നത്. അപ്പം നിരന്തരമായ വഴക്കുകൾ അവർ തമ്മിൽ ഉണ്ടാകുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഈ ഒരു പേഴ്സണെ ഭാരപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നില്ല. കാരണം മനസ്സിൽ വളരെയധികം കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ബെറ്റർ ചോയ്സ് ആണോ എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു പേഴ്സൺ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഒന്നും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലാണ്, ഒരു ജഗ്ലിംഗ് സ്റ്റേജിലാണ് നിങ്ങളുടെ പേഴ്സൺ. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളെ വെച്ച് ഈ ഒരു പേഴ്സൺ കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തി വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ റിലേഷൻഷിപ്പിന് ആദ്യമേ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രോത്ത് ഒന്നും ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നില്ല. ചിലപ്പോൾ തേർഡ് പാർട്ടി ഒരുപാട് എഫേർട്സ് ഇടുന്നുണ്ടായിരിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ഒരു വ്യക്തി ഒരുപാട് സ്നേഹം കൊടുത്ത് അവിടെ നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പം തേർഡ് പാർട്ടിയുടെ എഫേർട്സിനൊന്നും ഒരു ഫലമില്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്ട്രെസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഒരു വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ, അതായത് താൻ വരുത്തി വെച്ച കാര്യമാണ് താനിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം കൊണ്ട് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ. ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ അവിടെ തന്നെ സ്റ്റക്കാണ്. അവർക്ക് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം അതിനുള്ള യാതൊരു നിർവാഹവുമില്ല, എങ്ങനെ അവിടെ നിന്ന് എസ്കേപ്പായി വരണം എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇപ്പോൾ ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. അവർക്കൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ കഴിയുന്നത്.
എന്തായാലും ആ ഒരു പേഴ്സൻ്റെ സ്വന്തം ആഗ്രഹപ്രകാരം സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. അന്നൊക്കെ നിങ്ങൾ ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് പുറകിനെ നടന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അന്നൊന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മൈൻഡ് ചെയ്തിരുന്നില്ല. കാരണം നിങ്ങളുടെ ഇമോഷൻസിനൊന്നും അവിടെ യാതൊരു വാല്യൂം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങൾ തേർഡ് പാർട്ടിയേക്കാൾ എന്തുകൊണ്ട് മെച്ചമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ ട്രാപ്പായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ചെന്ന് പെട്ടും പോയി അവിടെ നിന്ന് വരാനും പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്.